കാലൊക്കെ തൊട്ട് പോയില്ല. ഇതാണ് ഞങ്ങളുടെ രായാവ്, ഈ സമുദായത്തിന്റെ രായാവ്. ഇത് വെറും കസാരയല്ല, കറങ്ങുന്ന ഇത് സിംഹാസനമാണ്. ആ ആസനത്തിലാണ് ഇരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ബാഹുബലി, പടപ്പലവൻ. അതാക്കുന്ന മഹിളേശ്വരിയുടെ പ്രായമുള്ള പൂപ്പനെ ലൈനടിക്കുന്ന പെൺകുട്ടി. അച്ഛന്റെ അച്ഛൻ്റെ വിളിക്കുക നമ്മുടെ ശക്തിമാൻ, തലകറങ്ങുന്ന ശക്തിമാൻ. തലകറക്കത്തിലെ ഒരു പല്ലാ പോയത്, ഒരു പല്ല്. അതെ, ലക്ഷക്കണക്കിന് ഇവിടെ വന്നിട്ടുള്ള ഹനയ ആദ്യം പറ. എനിക്ക് ജോലി വളരെ നിലയിൽ കഴിയുന്ന സമയത്താണ് കൂട്ടുകാരൻ എന്റെ ഫ്രണ്ട് എനിക്ക് ചിരിക്കല്ലേ, കാര്യമായിട്ട് പറ. ഒരു കൊല്ലത്തെ എന്റെ ഫ്രണ്ട് പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ റെഫർ ചെയ്തത് സ്പെക്ട്രത്തിൽ. എന്റെ ഫ്രണ്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തത് എന്നിട്ട് ഇവിടുത്തെ അവൻ പറയട്ടെ, ഇവൻ ഇത് വേറെ ഞങ്ങൾക്ക് മാർക്കറ്റിംഗ് ആണ് ഇതിന്റെ ഇടയിൽ മാർക്കറ്റ്. ഓക്കെ ഓക്കെ, ക്യാമറ അതിന്റെ തരും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുക്കാനുള്ള കാരണം എന്താണ്? ഒരു പണിയില്ലാണ്ട് പെട്ടെന്ന് പണി കിട്ടുമെന്ന്. എന്തുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചൂസ് ചെയ്തത്? പെട്ടെന്ന് പണി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോഴ്സ് യൂസ് ചെയ്തത്. പണി കിട്ടിയോ? പണി കിട്ടുന്നവര് പറഞ്ഞു, പക്ഷെ പണി കിട്ടിയിട്ടില്ല. അപ്പൊ ഭാവി പരിപാടി ഞാൻ ഇപ്പൊ ഇതിൽ കൂടെ പറഞ്ഞാൽ പ്രമോഷനും ബാധിക്കും നമ്മുടെ ഭാവി പരിപാടി പറഞ്ഞാൽ പിന്നെ ആരും ഇവിടെ ചേരാൻ വേണ്ടി അടുത്ത രേഷ്മയോടാണ് ചോദ്യം. ഇത് കഴിഞ്ഞ് ഏത് കോഴ്സിനാണ് എനിക്കുള്ള ചോദ്യം അതായിരിക്കും. ക്യാമറയിൽ ഓക്കെ. ഇപ്പൊ എത്ര ഡിസ്ട്രിക്ട് കവർ ചെയ്ത് പഠിക്കാൻ വേണ്ടിട്ട്? ഡിസ്ട്രിക്ട് എറണാകുളത്ത് മാത്രമേ മാറി വന്നുള്ളൂ. എത്ര കോഴ്സ് പഠിച്ചു? ഡിഗ്രി കഴിഞ്ഞ അക്കൗണ്ടിങ്ങോ? അക്കൗണ്ടിങ്. ഇനി അടുത്തത് ബാങ്ക് കോച്ചിങ്. അതിനുശേഷം എത്ര കോഴ്സുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്? ആ ലിസ്റ്റ് ഒന്ന് അടിച്ചിട്ടുണ്ട്. ആഞ്ചീവരത്താണ് ഈ പ്ലാൻ. അടുത്തത് അലീന. ഒരു തല ഇറങ്ങിയാലോ? ചോദ്യം ചോദിക്കാം, ഉത്തരം പറയാൻ പറ്റിയ. താങ്കൾ രാവിലെ ഇത്ര നേരത്തെ ഇവിടെ വന്ന് എന്തൊക്കെ ഉപകാരം തോന്നിയിട്ടുണ്ടോ? അപ്പൊ എന്റർടൈൻമെന്റിന് വേണ്ടിയാണ് വരുന്നത് താങ്കൾ. ഇനി എത്ര നാള് രേഷ്മേനെ വസിക്കാനാണ് പ്ലാൻ? ഹോസ്റ്റൽ ഇഷ്ടപ്പെട്ടു? ഭക്ഷണം, വെള്ളം, വായു, എന്തെങ്കിലും അനുഗ്രഹമായ അവസ്ഥ പറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞു. അതായത് ബാത്റൂമിനകത്തും കിടക്കാനുള്ള സൗകര്യം ഉണ്ട്. വെറൈറ്റി ബാത്റൂമിലും അക്കോമഡേഷൻ എവിടെ വേണമെങ്കിലും കിടക്കാം. താങ്കളൊരു കുറ്റം നോട്ട് ചെയ്തല്ലോ, അതായത് ബാത്റൂമിൽ കയറിയപ്പോൾ ലോക്ക് ചെയ്തിരുന്നു. അത് താങ്കൾക്ക് ബാത്റൂം ലോക്ക് ചെയ്താണ് പോകാൻ.
അതല്ല ഉദ്ദേശിച്ചത്. അലീന ചെയ്ത് അതൊരു കുറ്റപ്പെടുത്തിയാണ് താങ്കൾ ഇപ്പൊ രേഖപ്പെടുത്തിയത്. ബാത്റൂമിലേക്ക് ലോക്ക് ചെയ്ത് തലറിഞ്ഞു വീണത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ബാത്റൂമിൽ കയറുമ്പോ തലറിഞ്ഞു അവൾ ലോക്ക് ചെയ്തിട്ടാണല്ലോ കയറുന്നത്. അപ്പോൾ തല ഇറങ്ങി വീണു. അല്ല അപ്പോൾ തല ഇറങ്ങി അവൾ തെറ്റാണോ? അല്ല ഒരാൾക്ക് തല ഇറങ്ങി എപ്പോ വെള്ളം വീഴാം. താങ്കളത് മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ ഞാൻ തലറിഞ്ഞ് വെക്കുന്നു വിചാരിച്ചു. ആദ്യമേ ലോക്ക് ചെയ്ത് പോകുന്നത് അതിന് വലിയ ലോക്ക് മാത്രം എന്ന് ഉദ്ദേശിച്ചില്ല. ലോക്ക് ചെയ്തിട്ട് അവൾ തല ഇറങ്ങി വീണു എന്നുള്ള കാര്യം ഞാൻ പക്ഷെ ആ താങ്കൾ തൊട്ട് മുമ്പ് രേഖപ്പെടുത്തിയത് ഒരു നെഗറ്റീവ് ആയിട്ടാണ്. അത് ക്ഷമിക്കണം. പരാമർശം ക്ഷമാപണം ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു. ഇത് വാർത്തയൊക്കെ വിളിച്ചിട്ടുണ്ട്. ക്ഷമാപണം പറയുന്നത് എന്താ? താങ്കളായ ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയല്ലേ ഭരിക്കുന്നത്. അതുകൂടെ അറിയില്ല. കുട്ടി കഞ്ചാവ് താനാരാ? 2 മാസം ഒരുമിച്ച് ആണ്ടേ സംസാരിച്ചിട്ട് താനാരാണ്? താങ്കളുടെ പേരെന്താ? ഈ വർഷത്തിൽ എനിക്ക് പപ്പുവിനെയാണ് ഓർമ്മ വരുന്നത്. താങ്കൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അത് ഇപ്പൊ സൽമാനെ പറയൂ. സൽമാൻ ആരോട് നിൽക്കണം? താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ. താങ്കൾ പറയൂ. താങ്കൾക്ക് എന്താണ് ഇതിനെ പറ്റി പറയാൻ? താങ്കൾ എന്താ ഇവിടെ വരാൻ കാരണം? അത് പറയാം. വിനാശികളോട് ഞാൻ ചോദിക്കാം. ചോദിച്ചോളൂ. ഇവിടെ വരുന്നതിന് മുമ്പും അതിന് ശേഷമുള്ളൊരു മാറ്റം എന്ത് തോന്നുന്നു? ഒരുപാട് രസകരമായ അനുഭവങ്ങൾ സമ്പാദിക്കാൻ. നാശിക്ക് വന്നപ്പോഴും പോകുമ്പോഴും തമ്മിലുള്ള എന്താ പറയാനുള്ളത്? വന്നപ്പോഴത്തെ സ്റ്റേജും വന്ന അന്നും പോകുന്ന അന്നും. വന്നപ്പോ ഞാൻ പെട്ടതാണ്. 2 മാസം ചുറ്റുവട്ടം ചോദിക്കും. സൽമാനോട് സൽമാൻ എന്തെങ്കിലും ചോദിക്കാം. എന്തേലും പറയും. എന്തേലും പറയും. താങ്കൾ എന്തേലും പറയണം. നമ്മുടെ സാറിന് എന്താ പറയാ? ഇതാണ് ഞങ്ങളുടെ സാർ, ജോസഫ് സാർ. അവസാനമായി സാർ ഒരു അതിസുന്ദരനും അതീവ കഴിവുള്ളവനുമായ ഓക്കെ ഇതിടാം. ആർക്ക് തോന്നുന്നു? ഒരു ഫസ്റ്റ് റാങ്ക്